ഇതച്ചിട്ടേ ഇരിക്കട്ടെ കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകുമ്പോ എടുക്കാന്ന് വിചാരിച്ച കുഴപ്പമില്ല. ഇനി വരുമ്പോ കൊണ്ടുവരുന്നെങ്കിൽ അത് കൊണ്ടുവരട്ടെ. ഇനി ഒരു അല്ല ചോദിക്കും, ഇപ്പൊ വഴിയത്തില്ല താമസിക്കുന്നുണ്ട്, ഞാൻ മേടിച്ചോണ്ട് തരാം. ഇല്ല, ഇപ്പൊ വരും. തീർന്നു ഇന്നത്തെ ഇന്നലത്തെ ഇപ്പൊ തീർന്നു അല്ലേ? ഇനി നാളത്തെ ഇന്ന് വരുത്തേ ഉള്ളൂ. വരും. എപ്പോഴത്തേക്ക് വരും? 3-3:15 വരും. ആര് കൊണ്ടു തരും ലോട്ടിലേക്ക്? ഏജന്റ് കൊണ്ടു തരും. കാലിന് എന്താ പറ്റിയ? കാലിനല്ല, നടുവിന് ഓപ്പറേഷൻ കഴിഞ്ഞതായിരുന്നു. നടുവിന് ഓപ്പറേഷൻ കഴിഞ്ഞ് 16 വർഷത്തോളമായി. ആണോ? ഇതുവരെ കുറെ നാളുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു വെച്ച് പിന്നെയും തുടങ്ങിയതാണ്. നടുവിന് എന്തിനാ ഓപ്പറേഷൻ ചെയ്തേ? ഡിസ്കാന്ന് മേപ്പോട്ട് അസ്ഥി കുടുങ്ങി. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തല്ലേ? അതിനുശേഷം അച്ഛൻ ഇങ്ങനെ തളർന്നു പോയോ? തളർച്ചയായിട്ടില്ല, നടക്കും. വടിയ നടക്കും. ഇവിടോട്ട് എങ്ങനെ വരും? നടന്നാണ് വരുന്നത്? നല്ല ഓട്ടോ വിളിച്ചാണ് വരുന്നത്. വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? ഇവിടെ അടുത്ത് തന്നെ. എത്ര നാളായി ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ട്? ഞാൻ 2 ആഴ്ച. ഇത്ര ആയുള്ളൂ. അതിന് മുന്നേ എന്തോ പരിപാടി? അതിന് മുമ്പ് പരിപാടി വെച്ചൊന്നും പോകാൻ വയ്യാത്തതോടെ വീട്ടിൽ കിടപ്പായിരുന്നു അല്ലേ? അതിന് മുന്നേ ജോലി എന്തുവായിരുന്നു? വയ്യാതാകുന്നതിന് മുമ്പേ പെയിന്റിങ്ങിന് പോകാൻ. അത് ഞാൻ നമ്മുടെ വേരാത്ത് മുക്കിന് രാജേഷ് എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ പോയി. അന്നേരം ഒരുപാട് ആള് പെയിന്റിങ് ആയിരുന്നില്ലേ? പിന്നെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ തളർന്നു പോയി. ഓ, ലോട്ടറി ഞാൻ ഇനി വരുമ്പോ എടുക്കാം, കുഴപ്പമില്ല കേട്ടോ. പേരെന്താന്നുള്ള പറഞ്ഞു? അശോകന. അച്ഛൻ ഇരിക്കുന്ന സ്ഥലം കൂടെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തു. ലൊക്കേഷൻ പേര് പറ. മുരുക്കുളം ചെന്ന് എന്ന് വെച്ചാൽ കാർത്തിയപ്പുള്ളിട്ട് പോകുന്ന വഴി അല്ലേ? അപ്പുറത്തെ ജംഗ്ഷന്റെ പേരെന്തോ? വൈദ്യശാല. എന്ന് വെച്ചാൽ വൈദ്യശാല കഴിഞ്ഞ് വരുമ്പോ രണ്ടാമത്തെ റോഡിന്റെ കിഴക്കേ സൈഡിൽ എന്ന് സ്ഥിര വീടല്ലേ ഇരിക്കുന്നത്? സ്ഥിരമായിട്ട് ഈ റോഡിന്റെ കിഴക്കേ സൈഡ് ഈ മതിലിന്റെ ഇവിടെ ഇരിക്കുന്നത്, ഗേറ്റിന്റെ ഭാഗത്തൊക്കെ അല്ലേ? വീട്ടുകാർക്ക് പ്രശ്നമൊന്നുമില്ല? അവരോട് അനുവാദം ചോദിച്ചോ? ആണോ? ഒരു കുഴപ്പമില്ല അല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മക്കളും ഭാര്യയൊക്കെ ഉണ്ടോ? ഉണ്ട്. മക്കള് 2, മോളെ അയച്ച് മോനെ പെണ്ണെത്തി. നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കൾ ഇതിലെ വരുന്ന കൂട്ടത്തിൽ അച്ഛനെ കാണുമ്പോൾ വീഡിയോ ലോട്ടറി എടുത്തോളും കേട്ടോ. പേടിക്കണ്ട, എല്ലാം ശരിയാകും. എല്ലാവർക്കും ഉണ്ട് ഓരോരോ പ്രശ്നങ്ങൾ ഇല്ലേ? ഇനി വരുമ്പോ ഞാൻ ലോട്ടറി എടുക്കും. ഇത് അച്ഛൻ്റെ ഇരിക്കട്ടെ കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകുമ്പോ എടുക്കാന്ന് വിചാരിച്ച കുഴപ്പമില്ല. ഇനി വരുമ്പോ ഞാൻ ലോട്ടറി എടുത്തോളാം കേട്ടോ. ഇതിരിക്കട്ടെ അച്ഛൻ്റെ. അന്നേരം വീട്ടിൽ എന്റെ അന്വേഷണം പറയാം. അതുപോലെ പയ്യൻ വന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. കേട്ടോ, ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല, ഒന്നും കഴിച്ചില്ലേ? ഫുഡോ? ഇപ്പൊ സമയം എത്രയായി? 3 മണി കഴിഞ്ഞില്ലേ? ഫുഡ് വല്ലതും മേടിച്ചായിരുന്നോ? ഫുഡ് മേടിച്ചായിരുന്നോ? അതിലോട്ട് ഞാൻ പറഞ്ഞു പൈസക്ക് വരുമ്പോ വല്ലതും കൊണ്ടുവരാൻ. ഇതുവരെ വന്നില്ല. മണിക്കൂറായി. ഇവിടെ അടുത്ത് ഹോട്ടലുണ്ടെങ്കിൽ ഫുഡ് മേടിച്ചു കൊടുത്തരാം. അതല്ലെങ്കിൽ ഇപ്പം പുള്ളിക്കാരെ കൊണ്ടുവരുന്നെങ്കിൽ അത് കൊണ്ടുവരട്ടെ. ഇനി ഒരു അല്ല ചോദിക്കും, ഇപ്പൊ വഴിയത്തില്ല താമസിക്കുന്നുണ്ട്, ഞാൻ മേടിച്ചോണ്ട് തരാം. ഇല്ല, ഇപ്പൊ വരും. എന്നാലും ഒന്ന് വിളിച്ചു ചോദിച്ചു. പുള്ളിക്ക് ലോട്ടറിയുടെ പൈസ അടക്കേണ്ടതാണ്. ആണോ? അത് ശരിയാ. അച്ഛന്റെ പേരൊന്നും പറഞ്ഞു? അശോകൻ അല്ലേ? ഓക്കെ.